ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൂടിയാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പ്രചരിക്കുന്നത്. പാർട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉള്ള കൃത്യം നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. പാർട്ടിയുടെ ആരൊക്കെയായിരുന്നു അവിടെ വന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്, എന്നെ സംരക്ഷിച്ചത്, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞ വ്യക്തിയും ഇടപെട്ട വ്യക്തിയും ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ അനീഷ് കുമാറാണ്. ഈ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല, ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് മനസ്സിലാക്കിയില്ല. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിയെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പൊതുസമൂഹത്തിനെ പാർട്ടിക്ക് എതിരാക്കാനാണ് നിങ്ങളുടെ അജണ്ട. അതായിരിക്കാം. അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തിട്ട് എൻ്റെ സംഘടനാപരമായിട്ടുള്ള ജീവിതത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പാർട്ടി നിശ്ചയിച്ചാൽ ആ പ്രവർത്തകനായിട്ട് ഞാൻ തുടരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന വഴികൾ കനൽ വഴികൾ താണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകളിൽ കൂട്ടിലിരുന്നു കൊണ്ട് ഈ പ്രസ്താവനകൾ നടത്തിയിട്ടല്ല. ഞാൻ കനൽ വഴികൾ താണ്ടിയിട്ട് ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ABVPയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ തീയ സമുദായത്തിൽപ്പെട്ടുള്ള ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി എല്ലായ്പ്പോഴും എന്നെ പരിഗണിച്ചിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ എന്നെ പരിഗണിച്ചിട്ടുണ്ട്. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ശിരസ വഹിക്കും. പാർട്ടി എന്നോട് ഏത് കാര്യങ്ങളാണ് പാർട്ടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ പാർട്ടിയെ ശിരസ വഹിച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക. ഇത് വിഷയത്തിൽ തുടക്കത്തിൽ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൂടിയാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പ്രചരിക്കുന്നത്. പാർട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉള്ള കൃത്യം നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. പാർട്ടിയുടെ ആരൊക്കെയായിരുന്നു അവിടെ വന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്, എന്നെ സംരക്ഷിച്ചത്, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞ വ്യക്തിയും ഇടപെട്ട വ്യക്തിയും ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ അനീഷ് കുമാറാണ്. പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺട്രവേഴ്സി പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ചില വിവാദങ്ങൾ ഉണ്ടായിട്ട് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായി എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ തേജോവധം ചെയ്യുന്ന സമയം ചില വിഷയങ്ങൾ പാർട്ടിക്ക് അതേപോലെയൊന്നും പ്രതികരിക്കാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ചില വിവാദങ്ങളിൽ നിന്ന് പാർട്ടിക്ക് മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ടിയെക്കുറിച്ച് ഒരു സ്ഥലത്തും അത് തെറ്റായിട്ടുള്ള പ്രചരണം, ആരാണത് പ്രചരിപ്പിച്ചെന്നറിയില്ല, ഒരിക്കലുമില്ല. ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ എനിക്കൊരു കസാര കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഈ പ്രസ്ഥാനത്തിൽ വന്നത്. എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരാതികളുമില്ല. ഞാൻ പാർട്ടി എന്നെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാർട്ടി അങ്ങനെ തെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്.